UDF കൗൺസിലർമാരുടെ ജനകീയ സമരം പാളി. വടക്കാഞ്ചേരി മൈതാനത്തിന്റെ നവീകരണത്തിന് ഗതിവേഗം വർദ്ധിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയുൾപ്പെടെ 1 കോടി രൂപ ചെലവഴിച്ചാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മൈതാനം നവീകരിക്കുന്നത്. നവീകരണം പൂർത്തിയാകുമ്പോൾ നിലവിലെ ഭൂനിരപ്പിൽ നിന്നും 60 സെന്റിമീറ്റർ കൂടി ഉയരത്തിലായിരിക്കും കളിക്കളം. ചുറ്റും ഉയരവിളക്കുകൾ കൂടി സ്ഥാപിച്ച് രാത്രിയിലും വടക്കാഞ്ചേരിയിലെ കായിക താരങ്ങൾക്ക് ഉപയുക്തമാകുന്ന തരത്തിലാണ് നവീകരണം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്നാൽ 2018 മുതൽ തുടർച്ചയായി പ്രളയം സംഭവിക്കുന്ന പ്രദേശത്ത് മൈതാനം മണ്ണിട്ടുയർത്തിയാൽ ചുറ്റുവട്ടത്തുള്ള വീടുകളിലെ പ്രളയ ദുരിതം വർദ്ധിക്കുമെന്നും ആയതിനാൽ വടക്കാഞ്ചേരി പുഴയുടെ ആഴവും പരപ്പും വർദ്ധിപ്പിച്ച് പ്രളയ ഭീഷണിയിൽ നിന്നും കളിക്കളം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ സംരക്ഷിച്ചും മാത്രമേ മൈതാനത്തിന്റെ നവീകരണം നടത്താൻ അനുവദിക്കുകയുള്ളൂ എന്ന പ്രഖ്യാപനത്തോടെയാണ് വടക്കാഞ്ചേരി ടൗൺ കൌൺസിലർ സന്ധ്യ കൊടക്കാടത്തും ഓട്ടുപാല ടൗൺ കൌൺസിലർ വൈശാഖും ചേർന്ന് മൈതാനത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ച ദിനത്തിൽ പണികൾ തടഞ്ഞത്. തുടർന്ന് ജനപ്രതിനിധികളെ അറസ്റ്റ് ചെയ്തു നീക്കി പ്രവൃത്തികൾ പുനരാരംഭിച്ചു. അടുത്ത ദിവസം തന്നെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നവീകരണത്തിനെതിരെ മനുഷ്യച്ചങ്ങലയും മറ്റും മൈതാനത്ത് നടത്തിയിരുന്നു. പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളാൽ നവീകരണം 2 മാസത്തോളം വൈകുകയായിരുന്നു. നിലവിൽ മൈതാനം ഉയർത്തുന്നതിനാവശ്യമായ മണ്ണും മറ്റും കളിക്കളത്തിലെത്തിച്ചിട്ടുണ്ട്.